ഹലോ, വെൽക്കം ടു ഷാനാസ് കിച്ചൻ പാലസ്. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം ഒരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ ഹാഫ് നീളത്തിന് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സോട്ടാകുമ്പോഴേക്കും പിന്നെ വേണ്ടത് ക്യാബേജ് ആണ്. അപ്പോൾ ക്യാബേജ് നീളത്തിന് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ക്യാബേജ് മതിയാകും. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായ ചിക്കൻ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് 2 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു സ്മോൾ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം നമുക്ക് ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് മറച്ചിടുക. ഇനി മുട്ടയും ബ്രെഡും കൂടെ ഒന്ന് വേകാകുമ്പോഴേക്കും നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് തിരിച്ചിടാൻ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ സൈഡും കൂടെ വേഗാകട്ടെ. ഇനി ഇത് ഫുള്ള് വേഗാകുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ സൈഡ് പോർഷൻ മടക്കി ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന ഈ പോർഷനൊക്കെ മടക്കി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. സോ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ സ്വീറ്റ് ആൻഡ് ചില്ലി ടൊമാറ്റോ സോസാണ് എടുത്തേക്കുന്നത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ചീസൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചീസ് വെക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒണിയൻ ക്യാബേജ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരു ബ്രെഡിൻ്റെ ഭാഗത്ത് വേണം നമ്മൾ ഈ ഒണിയൻ ക്യാബേജ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ബ്രെഡിനെ ഒന്ന് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള കാര്യം പെട്ടെന്ന് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചില കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കേൾക്കുന്നതേ അലർജിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും അവർ നല്ലതുപോലെ കഴിക്കും. ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. മൊത്തത്തിൽ സ്വീറ്റ് സാൾട്ട് പിന്നെ എരിവും ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.
കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്